ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീനിൽ ഇരുമ്പൻ പുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത ചെമ്മീൻ 1 പൗണ്ട്, നാളികേരം ചിരകിയത് 1.5 കപ്പ്, ഇരുമ്പൻ പുളി നീളത്തിൽ 4 കട്ട് ചെയ്തത് 1.5 കപ്പ്, പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് 6, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ചെറിയ കഷ്ണം, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി വളരെ തിന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തത് 5, കറിവേപ്പില 3 തണ്ട്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു ഗ്രൈൻഡറിൻ്റെ ജാറിലോട്ട് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന 1.5 കപ്പ് നാളികേരം, എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ ഈ കറിക്ക് പച്ചമുളകാണ് എരിവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മുളക് പൊടി ഒരു കളറിന് വേണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ അരച്ചെടുത്ത അരപ്പാണിത്. നമുക്കിനി ചെമ്മീൻ വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു മൺചട്ടിയിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളി, ഇഞ്ചി, പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്ക വിധം വെള്ളം എന്നിവ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിന്നിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇരുമ്പൻ പുളി ഞങ്ങൾക്കിവിടെ ഫ്രോസൺ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഫ്രോസൺ പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ പുളിക്ക് ചില സ്ഥലങ്ങളിൽ ചെമ്മീൻ പുളി എന്നും പറയും. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള നാടൻ കറികൾ എപ്പോഴും മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതിനാണ് കൂടുതൽ രുചി. ചെറിയ ചെമ്മീനാണ് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ചെമ്മീൻ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഓവറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബർ പോലെ ആയിപ്പോവും. കറി ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ കറി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 6 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി അടപ്പ് തുറന്നു നോക്കാം. ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടിനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പെല്ലാം നന്നായിട്ട് കഴുകി ഒഴിക്കുക. നാളികേരം അരച്ചു വയ്ക്കുന്ന കറി തിളച്ചു പോകരുത്. കറി തിളച്ചു പോയാൽ പിരിയാൻ സാധ്യതയുണ്ട്.
തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ കറി ഓഫ് ചെയ്യണം. ഇപ്പോൾ കറി നന്നായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇനി ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് കടുക് താളിക്കണം. ഇതിനു വേണ്ടി ഒരു ഫ്രൈയിങ് പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 5 ചെറിയ ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി നല്ല ഗോൾഡൻ ഷെയ്ഡായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബാക്കിയുള്ള 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുക. ഈ കടുക് താളിച്ചത് നമുക്ക് ചെമ്മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനി 5 മിനിറ്റോളം അടച്ചു വയ്ക്കണം. ഈ കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കറിയുടെ ടേസ്റ്റ് കിട്ടുക. ഇരിക്കുമ്പോൾ ഈ കറി ഒന്നുകൂടി കുറുകും. കൂടുതൽ കുറുകിപ്പോയാൽ പേടിക്കണ്ട. നിങ്ങൾ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇരിക്കും തോറും ഈ കറിക്ക് ടേസ്റ്റ് കൂടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തനി നാടൻ കറിയായ ഇരുമ്പൻ പുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ വേറെ ഒന്നും തന്നെ വേണ്ട. ഇത് മാത്രം മതി. ഇത് ചപ്പാത്തി, അപ്പം എന്നിവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.